പലരും വീഡിയോയിൽ പല കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ എൻ്റെ മനസ്സ് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്കിത് എപ്പോഴാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ചിന്തയാണ് എപ്പോഴും വന്നുകൊണ്ടിരുന്നത്. ബ്രാൻഡിങ്ങിൻ്റെ എക്സ്പേർട്ടാണ് ഷൈൻ. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു നമ്മുടെ ഇവിടെ വന്നതിന് ശേഷം. പക്ഷേ വീഡിയോയുടെ കാര്യം പറഞ്ഞ സമയത്ത് എന്നൊന്നില്ലാത്തൊരു ടെൻഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ഇത്രയും ആൾക്കാർ ഗൈഡ് ചെയ്യുന്ന ആളാണ്, 3000-ഓളം പേര് ഓൾറെഡി ഗൈഡ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഈസ് എഗെയിൻ ടെല്ലിങ് എനിക്കൊരു ടെൻഷനുണ്ട്. റീൽസ് സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കുറച്ച് ഐഡിയ ആയി. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച ലെവലിലേക്ക് ആകാൻ പറ്റും. അതിനോടൊപ്പം തന്നെ നല്ലൊരു ട്രെയിനിങ് കൂടി ആയപ്പോൾ ഉദ്ദേശിച്ച ലെവലിലേക്ക് എനിക്ക് മാറാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ എനിക്ക് സന്തോഷകരമായ ഒരു കാര്യമായിരുന്നു. നമ്മുടെ ഫ്രെയിം വർക്ക് ഹിയർ എന്ന ഫ്രെയിം വർക്ക് യൂസ് ചെയ്തു, ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്തതാണ്. ആൻഡ് ബട്ട് സ്റ്റിൽ ഹി ഫീൽസ് ലൈക്ക് എന്തോ ഒരു പ്രശ്നം. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്, നമ്മളെപ്പോഴെങ്കിലും നമ്മളെക്കുറിച്ച് വളരെയധികം ഒരു അലേർട്ടായി കഴിഞ്ഞാൽ, അവനവനെക്കുറിച്ച് അലേർട്ടായി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോറി ടെല്ലിങ്ങും നമ്മുടെ സംസാരമൊക്കെ അവിടെ നിൽക്കും. ഞാനതൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് പറഞ്ഞു, തിങ്ക് അബൌട്ട് ദ ഓഡിയൻസ്. നിങ്ങളുടെ ഓഡിയൻസിന് നിങ്ങളുടെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കിട്ടുന്നൊരു ഗുണത്തെക്കുറിച്ച് ചിന്തിക്കുക, എന്നിട്ട് ജസ്റ്റ് സംസാരിച്ചാൽ മതി. ആൻഡ് ആഫ്റ്റർ ദാറ്റ്, ഇപ്പോൾ ഈ കാണുന്ന വീഡിയോ, ദാറ്റ് ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വീഡിയോ, ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് വീഡിയോ. കണ്ടു നോക്ക്. മറ്റുള്ള പാക്കേജുകൾക്കിടയിൽ നിങ്ങളുടെ പാക്കേജ് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ടോ? പ്രത്യേകിച്ച് സ്റ്റാർട്ടപ്പ് കമ്പനി എന്ന നിലയ്ക്ക് ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിന് ശേഷം ആ പ്രൊഡക്റ്റ് സൂപ്പർ മാർക്കറ്റിൽ എത്തുമ്പോൾ ആരും ആ പ്രൊഡക്റ്റ് എടുക്കാതെ വരുമ്പോൾ ഉണ്ടാവുന്ന ആ വിഷമം അതെനിക്ക് മനസ്സിലാവും. കഴിഞ്ഞ 20 വർഷമായി ഏകദേശം 3000-ഓളം ക്ലയൻസിനെ സെർവ് ചെയ്തുള്ള പരിചയങ്ങൾക്കുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ബിസിനസ് ഓണേഴ്സ് ആയിട്ടുള്ള പലരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ തന്നെയാണ്. പക്ഷേ അവർക്ക് എങ്ങനെ ചെയ്യണമെന്നുള്ളൊരു ഐഡിയ ഇല്ല. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണ്, സിറിൽ സാറിൻ്റെ ക്ലാസ് എത്രയും പെട്ടെന്ന് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്കും നിങ്ങളുടെ ചിന്തയ്ക്കനുസരിച്ച് വീഡിയോ ചെയ്യാൻ പറ്റും.